ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തേണ്ട മാസമാണ് വരുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു കഴിഞ്ഞാൽ ആ നബി തങ്ങളെ പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അവിടുത്തെ മധുഹും അവിടുത്തെ സ്തുതിഗീതങ്ങളും പാടാതെയും പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത് നമുക്ക് ഒരുപാട് നിഅമത്തുകൾ തരുന്ന ഒന്നാണ്. കാരണം അല്ലാഹു തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമല്ലേ. ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സൂറത്തുൽ അഹ്സാബിലെ ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഖാല അബൂ ആലിയ റഹ്മത്തുള്ളാഹി അലൈഹി, താബീങ്ങളിൽപ്പെട്ട സ്വഹാബത്തിന്റെ ശിഷ്യനായ അബൂ ആലിയ അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു നബി തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മാന? ഐ സനാഉഹു ഇൻദൽ മലായിക, മലക്കുകളുടെ മുമ്പിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് അല്ലാഹു പറയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് ഇങ്ങനെ പുകഴ്ത്തി പറയാ. ആ നബി തങ്ങളെ മഹത്വങ്ങൾ ഇങ്ങനെ മലക്കളോട് പടച്ചോൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ, വിശ്വാസികളെ നിങ്ങളും മുത്ത് നബി തങ്ങളെ മദ്ഹ് പറയുക. സ്വലാത്തും സലാമും പറയാന്ന അതിന്റെ മാനം അത് പറയാന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്യാ. ഇത് അള്ളയും മലക്കുകളൊക്കെ ചെയ്യണതാണ്. വിശ്വാസികളെ നിങ്ങളും ചെയ്തോളൂ എന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ റബീഉൽ അവ്വൽ മാത്രം മൗലൂദ് ഓതുന്ന ആൾക്കാരല്ലല്ലോ. നമ്മളെപ്പോഴും മൗലൂദ് ഓതുന്ന ആൾക്കാരാണ്. നമ്മളെ മഹ്ളറത്തുൽ ബദരിയിൽ നമ്മൾ മൗലൂദ് ഓതലുണ്ട്, നമ്മളെ വീട് കൂടുമ്പോൾ മൗലൂദ് ഓതലുണ്ട്, നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ മൗലൂദ് ഓതലുണ്ട്, വാപ്പന്റെ ആണ്ടിന് ഓതുന്ന മൗലൂദ് തന്നെയാണ്. അല്ലാതെ റബീഉൽ അവ്വൽ മാത്രമേ മൗലൂദ് ഓതാവൂ നമ്മൾ പറയില്ല. പക്ഷെ റബീഉൽ അവ്വൽ വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം വരുമ്പം മാസം വരുമ്പോ ഒക്കെ വദക്കിറുഹും ബിഅയ്യാമില്ലാ, അല്ലാഹ് പറഞ്ഞതാണ്, അല്ലാഹ് അനുഗ്രഹം ചെയ്ത ദിവസമൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കുക. അന്ന് നമ്മളൊന്ന് പ്രത്യേകമായിട്ട് ആ സന്ദർഭത്തിൽ ഒന്നുകൂടി അനുസ്മരിക്കുക. അങ്ങനെ നമ്മളൊക്കെ വീടുകളിൽ റബീഉൽ അവ്വൽ പറഞ്ഞാൽ പ്രവാചക പ്രകീർത്തനത്തിന്റെ സദസ്സ്, ഒരു ഹദീസെങ്കിലും നമ്മളെ ഉമ്മാരും മക്കളെയും എല്ലാരും കൂട്ടിയിരുത്തിട്ട് നമ്മൾ പോരേന്ന് ചൊല്ലണം. ഒരു ഹദീസ്, ഒരു ബൈത്തും ചൊല്ലണം. മഹാനായ സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നേരത്തെ നമ്മൾ പരിചയപ്പെട്ട അബ്ബാസ് തങ്ങൾ മുത്തനബിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്നി ഉരീദു അൻ അംദഹക യാ റസൂലല്ലാഹ്, എനിക്ക് അവിടത്തെ ഒന്ന് മദ്ഹ് ചെയ്ത് പാടാൻ പൂതിയുണ്ട്. നബിതങ്ങൾ എങ്ങാനും ഈ വഹാബികൾ മൗദൂദി ആശയക്കാരനാണെങ്കിൽ എന്താപ്പം പറയേണ്ടത്? ഈ ജാതി ഖുറാഫാത്തുമായിട്ട് വരണ്ട, പോയിക്ക് അവിടെ നിന്ന് പറയണ്ടേ? നബിതങ്ങൾ പറഞ്ഞു, ഹാത്തി കൊണ്ടുവാ, പാട്. തന്റെ സുപ്രസിദ്ധമായ അൽ ഖാഫിയാട്ട് അവതരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ചെയ്യണ സുദീർഘമായ ബൈത്ത് പാടി. ഉടനെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇദൻ ലാ യുഫല്ലിലുല്ലാഹു ഫാകാ, നിങ്ങളെ വായിലെ പല്ല് അല്ലാഹു കൊഴിച്ചു കളയൂല. 80 വയസ്സിന്റെ മുകളിൽ ജീവിച്ച സയ്യിദുനാ അബ്ബാസ് റളിയല്ലാഹു അൻഹു മരിക്കുന്നത് വരെ വായിൽ നിന്നൊരു പല്ലും കൊഴിഞ്ഞു പോയിട്ടില്ല. എന്തേ കാരണം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലിയതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഐഹികമായും നമുക്ക് വലിയ നേട്ടമുള്ള കാര്യമാണ്, പാരത്രികമായി നമുക്ക് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തും സ്നേഹവും നമ്മളെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കണം, നമ്മളെ നാടിൽ നിറഞ്ഞു നിൽക്കണം. വിശ്വാസികളുടെ ഹൃദയത്തിൽ മുത്തുനബി ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് പറയുന്ന വേദി നമ്മുടെ വീടുകളിൽ സജീവമാകണം. പള്ളികളിലെ മദ്ഹിന്റെ സദസ്സുകൾ അത് നമ്മൾ നന്നായി ഭംഗിയാക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഒരു ഹരമായി. ഫുട്ബോൾ കളിക്കാരെയല്ല, ഓരോരുത്തരെ ഇപ്പോഴും എടുത്തു കളഞ്ഞിട്ടില്ലല്ലോ, മയ്യത്വം കൊണ്ടുപോയി ഇങ്ങനെ നിൽക്കന്നെയാണ്. എല്ലാ പ്രദേശത്തും വലിയ വലിയ ഫ്ലക്സിൽ നിൽക്കാൻ. നമ്മൾക്ക് ഫ്ലക്സിലില്ല, കൽബിലുണ്ട് എന്റെ നബി എന്നാ നമ്മളെ പറഞ്ഞത് അല്ലെ? കൽബിലുണ്ട് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫ്ലക്സിലല്ല. അത് കാക്ക ദൂരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെ ശരീരത്തിലെ ഏറ്റവും പവിത്രമായ സ്ഥലത്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ റസൂലിനെ സംബന്ധിച്ചുള്ള ഒരു ചിത്രം ചുമരിൽ നമ്മൾ എഴുതി വെച്ചിട്ടില്ല, കടലാസിലില്ല, ക്യാൻവാസുകളിലില്ല. അത് മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണുള്ളത്. നമ്മളെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രം, അത് ഫ്ലക്സിൽ ഉണ്ടാകണ്ടേ, അല്ല ഹൃദയത്തിൽ ഉണ്ടാണെങ്കിൽ ശമായില് പഠിക്കണം. അത് ഈ മാസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താ? നമ്മൾ ഖബറിൽ ചെല്ലും. സുഹൈൽ ബുഖാരിന്റെ ഹദീസിൽ വന്നതാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നമുക്ക് കാണിച്ചു തരും. മാദാ തഖൂലു അൻ ഹാദർ റജുൽ, ഈ ആളെപ്പറ്റി എന്താണ് നിനക്ക് പറയാനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മളോടൊരു ചോദ്യമുണ്ട് മലക്കിന്. ആ സമയത്ത് ഹാദാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണമെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ ഒരു ചിത്രം നമ്മളെ കൽബിലുണ്ടാകണം. അതിന് നബിതങ്ങളെ ശമായിൽ പഠിക്കണം. മുഅ്മിനായ മനുഷ്യൻ അങ്ങനെ ആയിരിക്കും അവിടെ പ്രതികരിക്കുക. എന്നാൽ മുനാഫിക്കും കുഫറുമുള്ള മനുഷ്യന്മാരോട് മുത്തുനബിനെ കാണിച്ചു ചോദിച്ചാൽ ആളുകൾ പലതും പറയുന്നത് കേട്ടു, അതുപോലെ ഞാനും പറഞ്ഞു എന്നല്ലാതെ എനിക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് പരാജയപ്പെടും. ആ കൂട്ടത്തിൽ നമ്മൾ പെടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള പഠനം നമ്മൾ നടത്തണം. അതാണ് ശമാഇൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കാൻ നമ്മൾ ഈ വിശുദ്ധമായ മാസത്തിൽ പരിശ്രമിക്കുകയും പ്രവാചക പ്രകീർത്തനങ്ങളിൽ നമ്മൾ ലയിച്ചു ചേരുകയും ചെയ്ത് റബീഇനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അല്ലാഹു മുത്തുനബിയോടുള്ള മഹബത്തും അവിടുത്തെ സുന്നത്ത് ഇത്ബാ ചെയ്യാനുള്ള തൗഫീഖും നമുക്ക് എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ.